ബൽവന്തറായ് കമ്മിറ്റി നിർദ്ദേശങ്ങൾ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 2. 1960 നിലവിൽ വന്ന സാഗൂർ ആണ് ആദ്യം ഗ്രാമപഞ്ചായത്ത്. 1960കളുടെ മധ്യത്തോടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ഏകദേശം 92% ഗ്രാമീണരെ ഉൾപ്പെടുത്തി 579,000 ഗ്രാമങ്ങളും 96% ജനങ്ങളെ ഉൾക്കൊള്ളിച്ച് 217,300 ഗ്രാമപഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കി. 1964 സാമൂഹ്യ വികസന മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം നല്ല യുവത്വമുള്ള നേതൃത്വം ഉയർന്നു വന്നത് പഞ്ചായത്ത് സ്ഥാപനങ്ങളിലൂടെയാണെന്നും പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ മികച്ച സംതൃപ്തിയും മതിപ്പും ഉളവാക്കിയെന്നും കണ്ടെത്തി. അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി പഠിക്കാൻ മുൻ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനും മന്ത്രിയുമായിരുന്ന ഡോക്ടർ അശോക് മേത്ത അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. കമ്മിറ്റിയുടെ ചുമതലയാണ് അടുത്തതായിട്ട് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് കരുത്തു പകരാൻ മാർഗനിർദ്ദേശം നൽകുക എന്നതായിരുന്നു. പിന്നെ ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാന നിർദ്ദേശ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തുമായിരുന്നു. അധികാര കേന്ദ്രീകരണവും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ സുരക്ഷയും കമ്മിറ്റി നിർദ്ദേശിച്ചു. പിന്നെ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകളാണ് അടുത്തായിട്ട് ദുർബല വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം ചെയ്യുക, 2 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുക, പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക വിഭവം നൽകുക, ഭരണഘടനാപരമായ പിന്തുണ നൽകുക, വികസന പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS നമ്പൂതിരിപ്പാടാണ്. പിന്നെ അടുത്തത് കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങൾ അശോക് മേത്ത കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കി. ബൽവന്തറായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സ്വയംഭരണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചു. പിന്നെ അടുത്ത PK തുങ്കൽ കമ്മിറ്റിയാണ്. 1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മുൻകൈ എടുത്ത് രൂപീകരിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ. പിന്നെ കമ്മിറ്റിയുടെ ചെയർമാൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്നും സമയസമയങ്ങളിൽ തിരഞ്ഞെടുപ്പും 5 വർഷം കാലാവധിയും ഭരണഘടന ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി. പിന്നെ പാർലമെൻ്ററി പൊതുകാര്യ പെൻഷൻ മന്ത്രാലയവുമായി ചേർന്ന് ഒരു ഉപസമിതിയായാണ് ഇത് പ്രവർത്തിച്ചത്. ജില്ലാതല ആസൂത്രണത്തിൽ രാഷ്ട്രീയവും ഭരണപരവുമായ സംഘടനത്തിൻ്റെ ആവശ്യകത കമ്മിറ്റി പരിഗണിച്ചു. പ്രധാന നിർദ്ദേശങ്ങളാണ് അടുത്തതായിട്ട് ഭരണഘടനാപരമായ വ്യവസ്ഥ പ്രകാരം കൃത്യമായ തിരഞ്ഞെടുപ്പും 5 വർഷ കാലാവധിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക. ജില്ലാ പരിഷത്ത് മാത്രമായിരിക്കണം ജില്ലാതല ആസൂത്രണ വികസന ഏജൻസി. മുഖ്യമന്ത്രി ചെയർമാനായി സംസ്ഥാനതല ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച് ജില്ലാ പരിഷത്ത് അധ്യക്ഷന്മാരെ അംഗങ്ങളായി ഉൾപ്പെടുത്തുക. പിന്നെ അടുത്ത ഭരണഘടനാ ഭേദഗതികളും പഞ്ചായത്ത് രാജുമാണ്. ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് വലിയ മാറ്റമുണ്ടാക്കാനിടയായ ഭരണഘടനാ ഭേദഗതികളാണ് 73-74 ഭേദഗതികൾ. 1960കളോടുകൂടി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സമിതികൾ രൂപീകരിച്ചു. മിക്ക സംസ്ഥാനങ്ങളിലും ഈ സമിതികൾക്ക് പ്രാദേശികമായ വികസനം സാധ്യമാക്കുന്നതിനാവശ്യമായ അധികാരങ്ങളും ചുമതലകളും ഇല്ലായിരുന്നു. സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ ആശ്രയിക്കേണ്ടതായി വന്നു. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ ഒരു പുനരവലോകനം 1987 ശേഷം ഉണ്ടായി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായി ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തു. 1989 2 ഭരണഘടനാ ഭേദഗതികൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ ഭേദഗതികൾ ലക്ഷ്യം വെച്ചത് പ്രാദേശിക ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിലുടനീളം ഇവയ്ക്ക് ഏകീകൃത ഘടനയും ചുമതലകളും നൽകുക എന്നുള്ളതാണ്. 74-ാം ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 73-74 ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1993 ആണ്.
73 ഭരണഘടനാ ഭേദഗതിയാണ്. 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 73 ഭരണഘടനാ ഭേദഗതിയായി തദ്ദേശ സ്വയംഭരണ ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ബില്ല് പരാജയപ്പെട്ടു. 1990 സെപ്റ്റംബറിൽ വീണ്ടും ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ഫലവത്തായില്ല. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് 1991 PV നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. 1992 ഇത് നിയമമായി. 1993 73 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. 73 ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവയെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ PRIS എന്ന് വിളിക്കുന്നു. പ്രാദേശിക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നിയമം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരിക്കൽ ഭരണഘടന ഭേദഗതി ചെയ്താൽ സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവരുടെ നിയമത്തിൽ മാറ്റം വരുത്താൻ 1 വർഷത്തെ സമയം നൽകി. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ത്രിതല ഘടന, തിരഞ്ഞെടുപ്പുകൾ, സംവരണം, വിഷയങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവയാണ്. നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് അടുത്തത്. ഗ്രാമപഞ്ചായത്തിനെ നിയോജക മണ്ഡലങ്ങൾ വാർഡ് അടിസ്ഥാനമാക്കി പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിലെ പേരുള്ള മുഴുവൻ പേരും ഉൾപ്പെട്ട ഗ്രാമസഭ രൂപീകരിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു.